ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആഹാര സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി മരണങ്ങൾ സംഭവിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. അശ്രദ്ധ കൊണ്ടും തെറ്റായ ബോധവൽക്കരണം കൊണ്ടുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇതിനു പരിഹാരം അശ്രദ്ധ ഒഴിവാക്കി സ്വയം ബോധവാന്മാരാകുക എന്നതാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. വികസന നേട്ടങ്ങൾ എണ്ണി LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ. 10 വർഷം കൊണ്ട് മണ്ഡലത്തിൽ കൊണ്ടുവന്നത് 900 കോടി. പുതിയ പദ്ധതികളുമായി പ്രകടന പത്രിക. ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട നിലീന ചന്ദ്രന്റെ മരണത്തിൽ ദുരൂഹത. അവയവദാനത്തിന് നിർബന്ധിച്ചെന്ന് പിതാവ്. വേനൽ കനത്തു, ജലക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണവുമായി സന്നദ്ധ സംഘടനകൾ. വാർത്തകൾ വിശദമായി. പ്രിസം പദ്ധതിയും സരോവരം പാർക്കിന്റെ 3ാം ഘട്ടം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളുമായി കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലം LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 900 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതായി A. പ്രദീപ് കുമാർ MLA പറഞ്ഞു. സ്കൂൾ നവീകരണത്തിനുള്ള പ്രിസം പദ്ധതിയും സരോവരം ബയോ പാർക്കിന്റെ 3ാം ഘട്ട വികസനവും ഉൾപ്പെടെയുള്ള പദ്ധതികളുമായാണ് LDFന്റെ കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബീച്ചിൽ മറൈൻ സീ ഫുഡ് സ്പോട്ട്, പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന് ഹെറിറ്റേജ് വാക്ക്, നഗരത്തിന്റെ രുചി ജനങ്ങളിലെത്തിക്കാൻ ഫുഡ് സ്ട്രീറ്റ്, കായിക കുതിപ്പിന് ഫുട്ബോൾ സിറ്റി, ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ തുടങ്ങിയ ബഹുമുഖ പദ്ധതികളാണ് പ്രകടന പത്രികയിലുള്ളത്. പുഞ്ചപ്പാടം ശുദ്ധജല സ്രോതസ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ്, കനോലി കനാൽ സംരക്ഷണം തുടങ്ങിയ പദ്ധതികളും പ്രകടന പത്രികയിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ 900 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതായി A. പ്രദീപ് കുമാർ MLA പറഞ്ഞു. ഇതിലേറെയും മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ സംഭാവനയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ജെൻഡർ പാർക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റാണ് ആദ്യ പണം വെച്ചതെങ്കിലും പിന്നീട് അനുബന്ധമായിട്ട് വന്ന കുറച്ച് ഫണ്ടുകൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള കുറച്ച് ഓരോന്നായിട്ട് എടുത്ത് പറയണം. ഞാൻ ടോട്ടലാണ് ഏത് സർക്കാരിൻ്റെ കാലത്താണെങ്കിലും നമ്മൾ മണ്ഡലത്തിൽ നിന്ന് ആവശ്യപ്പെട്ട് നമുക്ക് ലഭിക്കുന്നതാണല്ലോ. അതിൻ്റെ സിംഹഭാഗം 80-85% കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ളത്, കുറച്ച് ഈ ഗവൺമെൻറ് കാലത്തുള്ളതുണ്ടാകും. മേജർ പ്രോജക്റ്റുകളൊന്നും തന്നിട്ടില്ല. മേജർ പ്രോജക്റ്റ് തന്നാലല്ലേ ചെറുകിട സാധാരണ റൂട്ടീൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ നമുക്ക് കിട്ടുന്നത്. നോർത്ത് മണ്ഡലത്തിന്റെ വികസന രേഖയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. LDF നേതാക്കളായ M. ഭാസ്കരൻ, EC സതീശൻ, അഡ്വക്കേറ്റ് MP. സൂര്യനാരായണൻ, R. ശശി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബംഗളൂരുവിൽ MDS വിദ്യാർത്ഥിനി നിലീന ചന്ദ്രൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി പിതാവ് K. ചന്ദ്രൻ. കേസിൽ കുടുംബത്തെ സഹായിക്കുന്നതിനായി നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. അപകടത്തിന് ദൃക്സാക്ഷിയായ ഒരു ജൂനിയർ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തുംകൂർ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. അതിനുശേഷം കോളേജ് അതോറിറ്റി കുട്ടിയുടെ അച്ഛനെ ഈ വിവരം വിളിച്ചറിയിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല. കഴിഞ്ഞ മാർച്ച് 23-നാണ് പേരാമ്പ്ര വാല്യക്കോട് സ്വദേശി K. ചന്ദ്രൻ മാസ്റ്ററുടെ മകൾ നിലീന ചന്ദ്രൻ ബംഗളൂരുവിൽ കോളേജ് ക്യാമ്പസിൽ അപകടത്തിൽപ്പെട്ടത്. സിദ്ധാർത്ഥ ഡെന്റൽ കോളേജിൽ MDS വിദ്യാർത്ഥിനിയായ നിലീന സ്കൂട്ടറിൽ പോകുന്നതിനിടെ കോളേജിലെ MBBS വിദ്യാർത്ഥികൾ ഓടിച്ച ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഹോളി ആഘോഷത്തിനിടെയായിരുന്നു സംഭവം. ബൈക്ക് ഓടിച്ച വിദ്യാർത്ഥികൾ മദ്യലഹരിയിലായിരുന്നെന്ന് പറയപ്പെടുന്നു. തോട്ട മനീഷ് കുമാർ എന്ന 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ബൈക്ക് ഓടിച്ചത്. എന്നാൽ കൂടെയുള്ള B. രമേഷ് ബാബുവിന്റെ പേരിൽ ബൈക്ക് ഓടിച്ച കുറ്റം ചാർത്തി കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി പിതാവ് K. ചന്ദ്രൻ ആരോപിച്ചു. 3 ആഴ്ച ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് നിലീന മരിച്ചത്. മരണത്തിന് തൊട്ടുമുൻപത്തെ ദിവസങ്ങളിൽ ഡോക്ടർമാർ അവയവദാനത്തിന് നിർബന്ധിക്കാൻ ശ്രമിച്ചു. പണവും സ്വാധീനവുമുള്ള പ്രതികൾ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെ ബംഗളൂരുവിലെ മലയാളികളുടെ സഹായത്തോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് അഡ്വക്കേറ്റ് ജലീൽ ഓണത്ത് പറഞ്ഞു.
കുട്ടി വെന്റിലേറ്ററിലായി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രിൻസിപ്പൽ ഒരു തവണ അവിടെ വന്ന് സന്ദർശിക്കുന്നത് തന്നെ. തുംകൂർ പോലീസ് ആവട്ടെ ഈ കേസിനെ വളരെ അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്തത്. അശ്രദ്ധം എന്ന് മാത്രം പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ വണ്ടി ഓടിച്ച ആളുടെ പേരിലല്ല ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ചോട്ടാ മോനിഷ് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ കേസ് എടുത്തിരിക്കുന്നത് ആ വണ്ടിയുടെ പിറകിൽ അപ്പോഴിരുന്ന നാഗേഷ് എന്ന് പറയുന്ന കുട്ടിയുടെ പേരിലാണ്. ഒളവണ്ണ പെരുമണ്ണ പഞ്ചായത്തിലെ കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ കുടിവെള്ള വിതരണം നടത്തി. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പന്തിരാങ്കാവ് ഈസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 15,000 ലിറ്ററോളം വെള്ളമാണ് ദിവസേന ഈ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത്. ഒളവണ്ണ പെരുമണ്ണ പഞ്ചായത്തുകളിലെ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ PBCA ഈസ്റ്റ് പന്തിരങ്കാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KK ബാലകൃഷ്ണൻ, സെക്രട്ടറി PM ബാബു, യൂണിറ്റ് പ്രസിഡന്റ് NK പ്രേമൻ, ഖജാൻജി M ബാലകൃഷ്ണൻ എന്നിവർ കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകി. ദിവസവും 15,000 ലിറ്റർ വെള്ളമെങ്കിലും വിതരണം ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് PBCA പ്രവർത്തകർ. കടുത്ത ജലക്ഷാമം നേരിടുന്ന മണപ്പാട്, കുളാട്ട്, പുൽപ്പറമ്പിൽ മീത്തൽ, പറമ്പത്തുകുഴി, മൊരട്ടക്കുന്ന്, ചെറുകാടുകുന്ന്, വേട്ടുപാടൻകുന്ന് തുടങ്ങിയ ഒളവണ്ണ പെരുമണ്ണ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലാണ് PBCയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടക്കുന്നത്. പന്തിരാങ്കാവ് എഴുത്തുപുരയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമസേവിനി വായനശാലയിൽ നടന്ന സംഗമം കവി PP ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. പന്തിരങ്കാവ് ഗ്രാമസേവിനി വായനശാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒളവണ്ണ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തുകളിലെ എഴുത്തുകാരുടെയും സാഹിത്യപ്രേമികളുടെയും കൂട്ടായ്മയായ എഴുത്തുപുര പന്തിരങ്കാവ് സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമസേവിനി വായനശാലയിൽ സംഘടിപ്പിച്ച സാഹിത്യ സംഗമം പ്രശസ്ത കവി ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. സുകുമാർ അഴിക്കോട് പുരസ്കാര ജേതാവായ EP ജ്യോതിയെ ചടങ്ങിൽ അനുമോദിച്ചു. ഈ പെരുമാറ്റ രീതികളിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്ക് നിരന്തരം കളവ് പറയാൻ സാധിക്കില്ല. കാരണം അത് കണ്ടുപിടിക്കപ്പെടും. സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ എന്ന് പറഞ്ഞ് രക്തബന്ധത്തിന് അപ്പുറത്തുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, മകൻ, അച്ഛൻ, അമ്മ എന്നിത്യാദി ബന്ധങ്ങൾക്ക് അപ്പുറത്ത് കുടുംബ ബന്ധങ്ങൾ അല്ലാത്ത ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടാകും. മൂസ പന്തിരങ്കാവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M കൃഷ്ണൻ നമ്പൂതിരി, ശിവദാസ് പന്തിരങ്കാവ്, സലീം കയറ്റിയിൽ, VM ഗോപാലകൃഷ്ണൻ, അബ്ദുൾ ജസ്പാർ ഒളവണ്ണ, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈറ്റ് സോഴ്സ് വാർഷിക ഫോട്ടോഗ്രഫി പ്രദർശനം ബുധനാഴ്ച മുതൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. മെയ് 8 ലൈറ്റ് സോഴ്സ് ഫോട്ടോഗ്രഫി പുരസ്കാരം സമ്മാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ലൈറ്റ് സോഴ്സ് വാർഷിക ഫോട്ടോഗ്രഫി പ്രദർശനം എക്സ്പോഷർ 2016 മെയ് 4 മുതൽ 9 വരെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. രാവിലെ 11 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശനം. മെയ് 4 വൈകുന്നേരം 5 മണിക്ക് സംവിധായകൻ KR മനോജ് പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ലൈറ്റ് സോഴ്സ് പ്രസിദ്ധീകരിക്കുന്ന വാട്ട് ഈസ് ദ ബെസ്റ്റ് ലൈറ്റ് ഫോർ ഫോട്ടോഗ്രഫി എന്ന പുസ്തകം KR മനോജ് ഫോട്ടോഗ്രാഫർ സോമൻ പൂളത്തൊടിക്ക് നൽകി പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഓപ്പൺ സ്ക്രീൻ തിയേറ്ററിൽ ലൈറ്റ് സോഴ്സോടുകൂടി ഭാഗവാക്കായ KR മനോജിന്റെ ഏറ്റവും പുതിയ ഡോക്യുമെന്ററി കേസരിയുടെ പ്രദർശനം നടക്കും. ആനന്ദി അമീൻ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരിയായ പെൺകുട്ടിക്കാണ് 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്, ഫോട്ടോഗ്രാഫി അവാർഡ്. ജൂറിയുടെ പ്രത്യേക പരാമർശം 6 പേർക്കാണ്. ഷിജിത്ത് VP വടകര, ശ്രീജിത്ത് EK കാക്കഞ്ചേരി, ഗിരീഷ് രാമൻ മഞ്ചേരി, ഡോക്ടർ സുരേഷ് കുമാർ പെരിന്തൽമണ്ണ, ഷിഹാബു ആലസി വളാഞ്ചേരി, സുഭാഷ് കൊടുവള്ളി, ഇങ്ങനെ 6 പേർക്കാണ് ജൂറി പ്രത്യേക പരാമർശം നൽകിയിരിക്കുന്നത്. ഫോട്ടോഗ്രഫിയിൽ തൽപരരായ ഒരുപറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് ലൈറ്റ് സോഴ്സ്. 2013 മുതൽ ലൈറ്റ് സോഴ്സ് വാർഷിക ഫോട്ടോഗ്രഫി പ്രദർശനങ്ങൾ നടത്തിവരുന്നു. മെയ് 8 വൈകുന്നേരം ലൈറ്റ് സോഴ്സ് ഫോട്ടോഗ്രഫി അവാർഡുകൾ പ്രശസ്ത ഫോട്ടോഗ്രാഫറും ലൈറ്റ് സോഴ്സ് മത്സര വിഭാഗം ജൂറി ചെയർമാനുമായ ഉണ്ണികൃഷ്ണൻ പുള്ളിക്കൽ വിതരണം ചെയ്യും. വാർത്തകളിൽ ഒരിടവേള. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016. ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016 കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. ചെറുകുട്ടി റോഡിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ ശ്രീഹരി ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ചെറുകുട്ടി റോഡിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ആചാര്യവരണത്തോടുകൂടിയാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണവും ദീപാരാധനയും നടന്നു. ദിവസവും രാവിലെ 6 മണിക്ക് സമൂഹാർച്ചന, നമസ്കാരം എന്നിവയോടുകൂടിയായിരിക്കും യജ്ഞം ആരംഭിക്കുക. മാളികയിലും ബ്രഹ്മശ്രീ ശ്രീഹരി ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞോന്ന് പറഞ്ഞു. അങ്ങനെ ആ മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ച് അവരുള്ളപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ കഴിയുകയാണ് ഈ ഉണ്ണി. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. ഇടയ്ക്ക് പക്ഷേ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വിളിക്കുക. യജ്ഞത്തിന്റെ 1-ാം ദിവസം കുന്തിസ്തുതി, സൂതശൗനക സംവാദം, ഭീഷ്മസ്തുതി, സുഗാഗമനം തുടങ്ങി പ്രധാന കഥാഭാഗങ്ങളുടെ വിശദീകരണങ്ങളാണ് നടന്നത്. തുടർന്ന് സർവക്ലേശനാശം, ഉത്സാഹവർദ്ധനം എന്നീ ഫലസിദ്ധിക്ക് വേണ്ടിയുള്ള ശർക്കര പായസം, ഒറ്റയപ്പം വഴിപാടുകളും നടന്നു. വരും ദിനങ്ങളിൽ മറ്റ് കഥാഭാഗങ്ങളുടെ വിശദീകരണവും വഴിപാടുകളും നടക്കുന്നതാണ്. മെയ് 8 പാരായണം സമാപിക്കും. ക്ഷേത്രം ചെയർമാൻ K. കൃഷ്ണകുട്ടി, AP സായി നാരായണൻ, TA മുരളീധരൻ, മോഹനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കത്തുന്ന വേനലിലെ ഇത്തിരി തണലിൽ ഉപജീവനം തേടുകയാണ് വെള്ളിമാടുകുന്ന് സ്വദേശി പുതിയ പറമ്പത്ത് ബ്രോഡി. തൊണ്ടയാട് ബൈപ്പാസിലെ റോഡിന് ഇരുവശത്തുമായുള്ള മരങ്ങളുടെ തണലിലാണ് ഇദ്ദേഹം തന്റെ അലങ്കാര പുഷ്പങ്ങൾ വിറ്റഴിക്കുന്നത്. പൊരുവെയിലിലെ ചെറുതണലിൽ തന്റെ ഉപജീവന മാർഗം കൂടി തേടുകയാണ് വെള്ളിമാടുകുന്ന് സ്വദേശി പുതിയ പറമ്പത്ത് ബ്രോഡി. തൊണ്ടയാട് ബൈപ്പാസിലെ റോഡരികിലാണ് ഇദ്ദേഹം വർണ്ണമനോഹരമായ അലങ്കാരപ്പൂക്കൾക്ക് വിപണി തേടുന്നത്. കാഠിന്യമേറിയ ചൂടിൽ നഗരം ചുട്ടുപൊള്ളുമ്പോൾ ബ്രോഡിക്ക് ആശ്വാസം വഴിയോരത്തെ വൻമരങ്ങളുടെ തണലാണ്. വ്യത്യസ്തമായ നിറങ്ങളിൽ ഒരു പീസിന് 20 രൂപ മുതൽ 80 രൂപ വരെയുള്ള നിറശോഭയാർന്ന പൂക്കളാണ് വിൽപ്പനയ്ക്കുള്ളത്. 400 രൂപ മുതലുള്ള വുഡ് ഫ്ലവേഴ്സിന്റെ വിവിധങ്ങളായ ശേഖരങ്ങളും ഇവിടെ ലഭ്യമാണ്. തണൽ പൊഴിക്കുന്ന മരങ്ങൾക്കിടയിലെ പൂക്കളുടെ കാഴ്ച ആരുടെയും മനം മയക്കുന്നു. പൊള്ളുന്ന വെയിലിലെ മരങ്ങളുടെ തണലാണ് വ്യാപാരവും ജീവനും നിലനിർത്തുന്നതെന്ന് ബ്രോഡി പറയുന്നു. ഇവിടെ ഭയങ്കര ചൂടാണ്. ഈ ചൂടത്ത് ഈ മരത്തിൻ്റെ ഈ തണലില്ല കാരണം കൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ കച്ചവടം ചെയ്യാൻ തന്നെ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ ഈ തണലിങ്ങനെ മാറി മാറി ഇങ്ങനെ വരുമ്പോൾ ഞാനും ഈ ഇത് അനുസരിച്ചിട്ട് തണലത്ത് മാറി മാറി വെക്കും. വെയിലത്ത് നിൽക്കാൻ തന്നെ പറ്റില്ല, അത്ര അധികം ചൂടാണ്. ഇങ്ങനെയുള്ള ഈ റോഡ് സൈഡിലെ മരം ഒന്ന് വെട്ടി മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ തണൽ മരമാണല്ലോ, അത് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല നമ്മൾ തന്നെ അല്ലേ. പാഴ്വസ്തുക്കളും തുണിയും ഉപയോഗിച്ചാണ് പൂക്കൾ ഒരുക്കിയിരിക്കുന്നത്. വുഡിൽ തീർത്ത അലങ്കാര വസ്തുക്കൾ വാങ്ങാനും ഇവിടെ നിരവധി പേരാണ് എത്തുന്നത്. ഇതിന്റെ പ്രധാന കാരണം റോഡിനിരുവശത്തുമായി തണൽ വിരിക്കുന്ന മരങ്ങളാണ്. ഭൂമിയുടെ വരദാനമായ പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്.
ആധുനികവൽക്കരണത്തിന്റെ പേരു പറഞ്ഞ് മരങ്ങൾ വെട്ടിമാറ്റി മാളുകൾ പണിയുന്നവർ പ്രകൃതിയൊരുക്കുന്ന ഇത്തരം തണലുകൾക്ക് ഇനിയെങ്കിലും തടയിടാതിരിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ 2 റിഫ്രാക്ഷനിസ്റ്റുകളിൽ ഒരാളായ SAM ഇബ്രാഹിം സാഹിബ് കോഴിക്കോട്ട് നിര്യാതനായി. 79 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. കേരളത്തിലെ ആദ്യത്തെ 2 റിഫ്രാക്ഷനിസ്റ്റുകളിൽ ഒരാളായ SAM ഇബ്രാഹിം സാഹിബ് കോഴിക്കോട്ട് നിര്യാതനായി. 79 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചീഫ് റിഫ്രാക്ഷനിസ്റ്റായി റിട്ടയർ ചെയ്ത ഇബ്രാഹിം സാഹിബ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു നിര്യാതനായത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോഴിക്കോട് പട്ടാളപ്പള്ളി കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു. തിരുവനന്തപുരം മുതൽ തലശ്ശേരി വരെ കേരളമൊട്ടാകെ ശാഖകളുള്ള സിറ്റി ഓപ്റ്റിക്കൽസ് കണ്ണട വിൽപ്പന കേന്ദ്രങ്ങളുടെയും സിറ്റിഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെയും ഉടമയായിരുന്നു. 6 പതിറ്റാണ്ടായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം കോഴിക്കോട്ടെ വിവിധ മത, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രധാന പിന്നണി പ്രവർത്തകൻ കൂടിയായിരുന്നു. വർത്തമാന ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായി ഇടക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു. നഗരത്തിലെ ജീവകാരുണ്യ മേഖലയിൽ ഏറെ സംഭാവന നൽകിയിട്ടുള്ള ബൈത്തു സക്കാത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അനേകം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. അഞ്ജുമുൻ തഅല്ലിമുൽ ഖുർആൻ സ്ഥാപക മെമ്പർ, കോഴിക്കോട് ഈദ്ഗാഹ് കമ്മിറ്റി സംഘാടക സമിതി അംഗം, KNM സംസ്ഥാന ട്രഷറർ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. നഫീസയാണ് ഭാര്യ. അബൂബക്കർ സിദ്ദിഖ്, സലാഹുദ്ദീൻ, ഫാരിസ്, ഡോക്ടർ ഖാലിദ്, ഖദീജ, അത്വീദ, ഫാത്തിമ, സാജിദ എന്നിവർ മക്കളാണ്. പട്ടാളപ്പള്ളിയിൽ നടന്ന മയ്യിത്ത് നമസ്കാരത്തിന് ശേഷം കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഹാര സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട അടിയന്തര പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ബോധവൽക്കരണവുമായി കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നടന്ന ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലായിരുന്നു ഫ്ലാഷ് മോബ്. ആഹാര സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട അടിയന്തര പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ബോധവൽക്കരണവുമായി ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഹൈലൈറ്റ് മാളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. തൃശൂരിലെ ഒരു മാളിൽ ഭക്ഷണം കഴിക്കവെ ലേഡി ഡോക്ടർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ച പശ്ചാത്തലത്തിലാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ഫ്ലാഷ് മോബിൽ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതിനിടെ കാഴ്ചക്കാരിലൊരാൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി കുഴഞ്ഞു വീഴുന്ന സാഹചര്യം സൃഷ്ടിച്ച് യാഥാർത്ഥ്യമെന്ന് തോന്നിക്കും വിധമായിരുന്നു ബോധവൽക്കരണ പരിപാടി നടന്നത്. തുടർന്ന് പരിശീലകർ പ്രഥമ ശുശ്രൂഷ നൽകുന്നത് എങ്ങനെയെന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഫ്ലാഷ് മോബിന് ശേഷം ഡോക്ടർമാർ കാഴ്ചക്കാരുടെ സംശയങ്ങൾക്കും മറുപടി നൽകി. BMH എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ഫബിത് മൊയ്തീനാണ് ഫ്ലാഷ് മോബിന് നേതൃത്വം വഹിച്ചത്. 5 തവണ നെഞ്ച് അമർത്തുക. 1 2 3 4 5. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത് 2 കൈകൾ ഉപയോഗിച്ചു. ജീവിത വീക്ഷണങ്ങളുടെ നേർക്കാഴ്ചകൾ ഒരുക്കി ബിറ്റ്വീൻ ദി സ്പ്രിംഗ് എന്ന പ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. മാധ്യമപ്രവർത്തകരായ M. കന്നി, സിയാസ്, പ്രസീന എന്നിവരുടെ 30ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനോദ്ഘാടനം ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പിറന്ന ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിലെ ചുവരുകളെ ഇന്ന് അലങ്കരിക്കുന്നത്. മാധ്യമ ജീവിതത്തിനിടയിലും വർണ്ണങ്ങളുടെ വിസ്മയം തീർക്കുകയാണ് ഈ മൂവർ സംഘം. 30ഓളം ചിത്രങ്ങളാണ് ആർട്ട് ഗാലറിയിൽ ബിറ്റ്വീൻ ദ സ്പ്രിംഗ് എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരായ കന്നി M, സിയാസ്, പ്രസീന തുടങ്ങിയവരാണ് വരകളുടെ നിറച്ചാർത്തൊരുക്കിയത്. ഓയിൽ, വാട്ടർ കളർ പെയിന്റിങ്ങുകളാണ് ഏറെയും. വാട്ടർ കളർ പെയിന്റിങ്ങിൽ വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങളെ കോർത്തിണക്കിയാണ് M. കന്നിയുടെ ചിത്രങ്ങൾ. കാലത്തിന്റെ ഒഴുക്കിൽ കടന്നു പോകുന്ന പ്രണയവും വിരഹവും വഴിമാറിപ്പോകുന്ന ജീവിതവും എല്ലാം ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നു. ഞങ്ങൾ 3 പേര് നടത്തുന്ന ചിത്ര പ്രദർശനമാണിത്. ബാക്കി 2 പേര് മാധ്യമപ്രവർത്തകരാണ്. ഏകദേശം 30 ചിത്രങ്ങളാണ്. ഒരാൾ 10 ചിത്രവീതം ആണ് വരച്ചത്. 2 വർഷം ഞാൻ യൂണിവേഴ്സൽ ആർട്സിൽ പഠിച്ചതാണ്. പിന്നെ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പങ്കുവെക്കാനുള്ള ഇടം കൂടിയാണ് പ്രദർശനം. യു ആൻഡ് മീ എന്ന പേരിലുള്ള സീരീസിൽ തമ്മിലെ പ്രണയവും വിരഹവുമാണ് ഇതിവൃത്തങ്ങൾ. ലേഡി ഡോഗ് എന്ന ബോംബ് കാരണം ദുരിതത്തിലായ സ്ത്രീകളുടെ നൊമ്പരങ്ങളും മാഞ്ഞുപോകുന്ന പ്രകൃതി കാഴ്ചകളും കാഴ്ചക്കാർക്ക് നവ്യാനുഭവമാണ്. മെയ് 7-ന് പ്രദർശനം അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി.
I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016. ഇന്ത്യയിൽ ആദ്യമായി ദുബായ് ടണൽ അക്വേറിയം കാണാൻ അസുലഭ അവസരം. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, ഫ്ലവർ ഷോ, ഭക്ഷ്യമേള. സ്പൈസസ് വേൾഡ് എക്സ്പോ 2016. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപം KTC ഗ്രൗണ്ടിൽ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടം ശക്തമാക്കേണ്ട സമയമാണിതെന്ന് തെളിയിച്ചുകൊണ്ട് ലോക തൊഴിലാളി ദിനത്തിൽ നഗരത്തിൽ വിവിധ സംഘടനകൾ ചേർന്ന് റാലി സംഘടിപ്പിച്ചു. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുന്നതിനെതിരെയാണ് തൊഴിലാളികൾ കൊടിയുടെ നിറം മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് റാലി സംഘടിപ്പിച്ചത്. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ഹേമാർക്കറ്റ് കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കലാണ് ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റ പ്രതീകമാണ് ചിക്കാഗോ. 8 മണിക്കൂർ ജോലി സമയം എന്ന ആവശ്യവുമായി സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി വെടിവെച്ചതിനെ തുടർന്ന് നിരവധി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി. സാമൂഹിക പരിവർത്തകരടക്കം നിരവധി പേർ ഇതിനെതിരെ ശബ്ദമുയർത്തിയതിനെ തുടർന്ന് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന നിയമം നിലവിൽ വന്നു. 1889 പാരീസിൽ ചേർന്ന രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആണ് മെയ് ദിനം ലോക തൊഴിലാളി ദിനമായി ആചരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. മുതലാളിത്തത്തിന്റെ പ്രാകൃത മുഖം കൂടുതൽ തുറന്നുകാട്ടുന്ന സന്ദർഭത്തിലാണ് 2016 മെയ് ദിനം ആചരിച്ചത്. തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമാവുകയും ഊഹക്കച്ചവടം വിലക്കയറ്റമുണ്ടാക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് തൊഴിൽ മേഖലയിലെ കരാർവൽക്കരണവും താൽക്കാലികവൽക്കരണവും വ്യാപകമായി. തുടർന്ന് വേതനവും സാമൂഹിക ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുങ്ങി. വിവിധ തൊഴിലാളി സംഘടനകൾ സംഘടിപ്പിച്ച റാലിക്ക് CATU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ, PK നാസർ, CP സുലൈമാൻ, M. മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്. അവകാശങ്ങൾക്കും ഉപജീവനത്തിനും നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരെ തൊഴിലാളികളുടെ പ്രക്ഷോഭം ലോകമെങ്ങും ദൃശ്യമാവുകയാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ അരങ്ങേറിയാൽ മാത്രമേ തൊഴിലാളികൾക്ക് ഇനി രക്ഷയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടിന്റെ പുരോഗതിക്കും പ്രശ്നപരിഹാരത്തിനുമായി ബേപ്പൂർ BC റോഡ് ആലിയക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ സ്വർണ്ണ പ്രശ്നം നടത്തി. 2 ദിവസങ്ങളിലായാണ് സ്വർണ്ണ പ്രശ്നം നടന്നത്. നാടിന്റെ പുരോഗതിക്കും പ്രശ്നപരിഹാരത്തിനുമായാണ് ബേപ്പൂർ BC റോഡ് ആലിയക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യം സ്വർണ്ണ പ്രശ്നം നടത്തിയത്. അരിക്കുളങ്ങര സുരേഷ് പണിക്കർ, ചേലേമ്പ്ര രാമചന്ദ്ര പണിക്കർ, ബേപ്പൂർ അജയ പണിക്കർ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സ്വർണ്ണ പ്രശ്നം. 2 ദിവസങ്ങളിലായി നടന്ന അഷ്ടമംഗല്യ സ്വർണ്ണ പ്രശ്നത്തിന് ചിന്നൻ, വേലായുധൻ, കാർത്തികേയൻ, ശിവദാസൻ, ഗിരീഷ് കുമാർ, ബാബുരാജ്, ഹരിദാസൻ, ബാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂരിലെ കലാസാംസ്കാരിക വേദിയായ ക്ലാസ്മേറ്റ്സ് 93യുടെ 5ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കൗൺസിലർ N. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിലെ കലാസാംസ്കാരിക വേദിയായ ക്ലാസ്മേറ്റ്സ് 93യുടെ 5ാം വാർഷികാഘോഷങ്ങൾ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായുള്ള ചിത്രരചനാ മത്സരത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് കരോക്കെ ഗാനാലാപന മത്സരം, ONV കുറുപ്പ് അനുസ്മരണ ഗാനാലാപന മത്സരം, മ്യൂസിക്കൽ കോമഡി ടൈം, ഇന്റർനാഷണൽ കെംബോ കാലിക്കറ്റ് അവതരിപ്പിച്ച അക്രോബാറ്റിക്, ഫയർ ഡാൻസ് എന്നിവയും അരങ്ങേറി. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കൗൺസിലർ N. സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വേദി ചെയർമാൻ V. ജനീഷ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ശരത്ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി.
ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച സേവനത്തിനുള്ള പുരസ്കാരം നൽകി ഡോക്ടർ ശരത്ചന്ദ്രനെ വേദിയിൽ ആദരിച്ചു. യുവകലാ പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ ജിതിൻ ഗിരീഷ്, രാഹുൽ സുധീഷ്, ജിൽഷ ഷൈജു എന്നിവർ ഏറ്റുവാങ്ങി. പ്രാദേശിക ചാനൽ റിപ്പോർട്ടർ ഹാനിഷ് നടുവട്ടം ക്ലാസ്മേറ്റ് 93യുടെ പ്രത്യേക ഉപഹാരത്തിനും അർഹനായി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ജീജ, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, വിവിധ രാഷ്ട്രീയ സംഘടനാ സാംസ്കാരിക പ്രതിനിധികളായ AM അനിൽകുമാർ, പേരോത്ത് പ്രകാശൻ, T അനിൽകുമാർ, സ്വരൂപ് ശിവപുരി, ക്ലാസ്മേറ്റ്സ് 93യുടെ വൈസ് ചെയർമാൻ ബിബീഷ്, ട്രഷറർ M സുധീഷ്, സെക്രട്ടറി T ദിലീഷ് കുമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മണക്കടവ് ചന്ദനാട്ടുപാടം ചന്ദനം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. കുന്നംകുളങ്ങര AMUP സ്കൂളിൽ നടന്ന പ്രദർശനം ആർട്ടിസ്റ്റ് സുധാകരൻ എടക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. മണക്കടവ് ചന്ദനാട്ടുപാടം ചന്ദനം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളങ്ങര AMUP സ്കൂളിൽ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ അംഗവും കുന്നംകുളങ്ങര AMUP സ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിക്കുകയും ചെയ്ത K ബാലകൃഷ്ണൻ മാസ്റ്റർ വരച്ച 45ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആർട്ടിസ്റ്റ് സുധാകരൻ ഇടക്കണ്ടി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ചിത്രം അല്ലെങ്കിൽ ചിത്രകല രചന അല്ലെങ്കിൽ മറ്റ് ഏത് കലയായാലും, ഡാൻസ് ആയാലും പാട്ടായാലും എന്തായാലും കല ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞോ ഒന്നും പഠിക്കാൻ പറ്റുന്ന. പക്ഷെ അതിന് ആവശ്യമായിട്ടൊരു ക്രാഫ്റ്റ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് ആർജിക്കാൻ പറ്റും. PM വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചന്ദനം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് C ജിനേഷ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർമാരായ പുഷ്പലത, അജിതകുമാരി P, ഷാജി P തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബേപ്പൂർ വെസ്റ്റ് മാഹി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നിലമ്പൂർ മനോമോഹൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ വെസ്റ്റ് മാഹി റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നിലമ്പൂർ മനോമോഹൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു നല്ല ഒരു കൂട്ടായ്മ വേറെ ഇല്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നിങ്ങൾ ഇനിയും നിങ്ങളെ സംഘാടകരെ മറ്റ് റെസിഡൻസ് അസോസിയേഷനുകൾ എന്തെല്ലാം ചെയ്യുന്നു, എങ്ങനെയൊക്കെ എന്നുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കും, ഈ നിലമ്പൂരിൽ നിന്ന് വിട്ടു വന്ന ഞാൻ ഇവിടെ പാലാട്ടനഗറിൽ കോഴിക്കോട് ഇത്രയും പ്രവർത്തനങ്ങൾ വികസനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നാൽ എൻ്റെ ഗ്രാമത്തിൽ ഇതുപോലൊന്നും ഇങ്ങനെ നടത്താൻ എനിക്ക് കഴിയുമോ ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി. ശോഭന തെക്കേ വീട്ടിൽ അധ്യക്ഷയായിരുന്നു. മാറ ഡെസൈ, ചന്ദ്രൻ, മാന്ത്രികൻ പ്രദീപ് ഹുഡിനോ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കൺവീനർ V മോഹനൻ സ്വാഗതവും കുഞ്ഞോയി പുണാർ വീട്ടിൽ നന്ദിയും പറഞ്ഞു. NB ഷിനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന നേട്ടങ്ങൾ എണ്ണി LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ. 10 വർഷം കൊണ്ട് മണ്ഡലത്തിൽ കൊണ്ടുവന്നത് 900 കോടി. പുതിയ പദ്ധതികളുമായി പ്രകടന പത്രിക. ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട നിലീന ചന്ദ്രന്റെ മരണത്തിൽ ദുരൂഹത. അവയവദാനത്തിന് നിർബന്ധിച്ചെന്ന് പിതാവ്. വേനൽക്കാലത്തു ജലക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണവുമായി സന്നദ്ധ സംഘടനകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.